ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട്ടേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു 5:30 ഇറങ്ങി. നേരത്തെ എണീറ്റു കേട്ടോ. ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോവാണ് ചെയ്തത്. അപ്പോൾ ഇതാ പോയി കുറച്ച് ദൂരം കഴിഞ്ഞതും റയ്യാൻകുട്ടി ഛർദ്ദിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഓരോ ആൾക്കാരായിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ അത് രാവിലെ നേരത്തെ ആയതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ നമ്മൾ ഇവിടെ നിർത്തി ചായയൊക്കെ കുടിച്ച് പിന്നെ യാത്ര വീണ്ടും തുടർന്നു. നമ്മൾ ആദ്യം പോയത് മർക്കസ് നോളേജ് സിറ്റിക്കാണ് കേട്ടോ. അവിടെ കുറച്ച് ദൂരമുള്ളത് കാരണം താമരശ്ശേരിയല്ലേ, അപ്പോൾ ദൂരമുള്ളത് കാരണം ആദ്യം അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാണ് ആദ്യം പോയത്. അവിടെ ഒരു 9 മണിയാകുമ്പോഴേക്കും എത്തി കേട്ടോ. അപ്പോൾ അവിടുത്തെ മസ്ജിദിൽ 10 to 11 സ്ത്രീകൾക്ക് കാണാനുള്ള പ്രവേശന സമയം. അപ്പോൾ നമ്മൾ നേരത്തെ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ ഇതുണ്ടോ, അവിടെ കോളേജ്, സ്കൂള്, ഹോസ്പിറ്റൽ, അങ്ങനെ എല്ലാം, ഓഡിറ്റോറിയം, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മസ്ജിദിൻ്റെ താഴെയാണ് അങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും. ശരിക്കും ഒരു കാണേണ്ട പള്ളി തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. സ്ത്രീകൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അലൗഡ് അല്ല എടുക്കാൻ. അപ്പോൾ പിന്നെ എൻ്റെ ബ്രദറാണ് എനിക്കിത് എടുത്ത് തന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ വന്നിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണും കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു അവിടെ കാണാനും. എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല കേട്ടോ. അത്രയും രസമുണ്ട് അവിടെ ആ പള്ളി കാണാൻ. എന്തോ ഒരു വൃത്തിയായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ കുറേ നേരമൊക്കെ നിന്നു. അത് കണ്ടോ, അത് വയനാട് താമരശ്ശേരി ചുരമാണ്. ഇത് കണ്ടോ, ഇത് അവിടുത്തെ ഓഡിറ്റോറിയമാണ്. പിന്നെ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നമ്മൾ ഇഡലിയൊക്കെയാണ് കഴിച്ചത്. അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ പോയത് മടവൂർക്കായിരുന്നു പോയത്. അപ്പോൾ ഒരു ഉച്ചയായിട്ട് അവിടെ എത്തുമ്പോൾ. പിന്നെ അവിടെ എത്തിയത് എല്ലാവരും നിസ്കരിക്കാനൊക്കെ പോയി. അങ്ങനെ കുറച്ച് നേരം നിന്ന് ദുആ ചെയ്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. അപ്പോൾ അത് വലിയൊരു പള്ളിയൊക്കെയാണ്. നമ്മൾ കുറേ ആയിട്ട് അങ്ങോട്ട് വരണമെന്ന് വിചാരിക്കണം, ഇപ്പോഴാണ് അത് സാധിച്ചത്. അപ്പോൾ ഇത് അവിടെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ പോയി. ഇപ്പോൾ നമ്മൾ അവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചക്കലേക്ക് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു എടുത്തത്. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് മിഠായി തെരുവിലേക്കാണ്. അവിടെ നമ്മൾ പോകുന്ന സമയം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ നല്ല വിലക്കുറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ അധികം ഷോപ്പുകളൊന്നും അങ്ങനെ കയറിയില്ല, നടക്കാനും വയ്യ. പിന്നെ അവിടെ പോയത് എല്ലാവരും ഓരോ ഷേക്കൊക്കെ കുടിച്ച്. അവിടെ ഷേക്കൊക്കെ വിലക്കുറവുണ്ടായിരുന്നു. എല്ലാവരും ഓരോ ജ്യൂസും ഷേക്കൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പുകളൊക്കെ കയറി. അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല, ഫാൻസി ഐറ്റംസ് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ വാങ്ങിച്ചു കേട്ടോ. അത് നല്ല വിലക്കുറവുണ്ട്. ഏതെടുത്താലും 10, 30 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇങ്ങനെ സ്കൂൾ തുറക്കാനൊക്കെ ആയില്ല, അതിൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ടേ ഇങ്ങനെ ഓരോ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ അറ്റം വരെയൊക്കെ നല്ല ഷോപ്പുകളുണ്ട് കേട്ടോ. നമ്മൾ അവിടെ ഒന്നും പോയില്ല, നമ്മൾ കുറച്ചങ്ങനെ പോയുള്ളൂ. പിന്നെ എല്ലാവർക്കും ക്ഷീണമായി. പിന്നെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനും. കോഴിക്കോട് പോയത്. നല്ല കാറ്റുണ്ട്, നല്ല ഭംഗിയായിരുന്നു. നല്ലൊരു കാലാവസ്ഥയായിരുന്നു, നല്ല കാറ്റും ഒരു മഴയൊക്കെ വരുന്നത് പോലെ. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ നിറയെ ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ പട്ടമൊക്കെ ഇങ്ങനെ പറത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നു. പിന്നെ നമ്മളെ മക്കൾക്ക് മെയിൻ ബീച്ചാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങണം. അപ്പോൾ ഞാൻ ഇറങ്ങില്ല കേട്ടോ. പിന്നെ എപ്പോഴും അതെ, എനിക്ക് ബീച്ചിൽ അങ്ങനെ ഇറങ്ങാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ കടലിൽ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങാത്ത ആൾക്കാർ കുറവായിരിക്കില്ലേ. പക്ഷേ എനിക്ക് ഇഷ്ടമല്ല അത്. അപ്പോൾ ഞാൻ ഇറങ്ങിയില്ല. പിന്നെ എൻ്റെ താത്തയും കുട്ടികളും പിന്നെ അനിയനും അവരുടെ മക്കളെയൊക്കെ നോക്കി അരികിലാണ് കേട്ടോ നിന്നത്, അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല. പിന്നെ എല്ലാവരും കയറി വിശക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ എല്ലാവരും ചായയും സ്നാക്സൊക്കെ കഴിച്ചു. അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചും കൂടി അവിടെ കുട്ടികളുടെ ചെറിയ പാർക്കൊക്കെ ഉണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ തിരക്ക് കുറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയി. അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ നിറയെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ വെച്ചാൽ ഇങ്ങനെ കടലിൻ്റെ ഓരത്ത് കടകൾ. അങ്ങനെ ഈ ഒരു ബീച്ചിലാണ് കേട്ടോ അങ്ങനെ കണ്ടിട്ടുള്ളൂ. വേറെ അധികം ബീച്ചിൽ ഇത്ര കട ഉണ്ടെങ്കിലും ഇത്ര ഇല്ല. അപ്പോൾ അവിടെ നല്ല ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നല്ല തിരക്കായിട്ടോ. രാത്രിയാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ വെക്കേഷനല്ലേ, അപ്പോൾ അതും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ കുറേ ഉപ്പിലിട്ടതും അതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കഴിച്ചു. വേറെ കാടാമുട്ടൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് കല്ലുമ്മക്കായ് പൊരിച്ചതും അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചു. പിന്നെ നമ്മൾ അപ്പം തന്നെ ഇറങ്ങി. 11 മണിയായി. എൻ്റെ വീടിൻ്റെ അടുത്തെത്താറാകുമ്പോൾ ഒറ്റപ്പാലൊക്കെ ഉണ്ടല്ലോ ഫുഡ് കഴിച്ചത്. അപ്പോൾ അപ്പോഴാണ് എല്ലാവർക്കും വിശപ്പായത്.
അപ്പോൾ അത് കഴിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. 11:30 ആയപ്പോൾ വീടെത്തി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ചെറിയൊരു ട്രിപ്പ് പോയ വീഡിയോ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.